അതൊന്നും പറയണ്ട. എങ്ങടെ പോയിക്കണ ഓന്? ഓനെ ഉമ്മ തേങ്ങയൊക്കെ നല്ല വിലല്ലേ? നമ്മളെ അമ്മാവിൻ്റെ ഒന്ന് പറഞ്ഞ് തേങ്ങ വർക്കൗട്ട് വെച്ചിക്കണ നിങ്ങള്. ചിലപ്പോ അതെടുത്ത് കൊണ്ടുപോയി ഞാൻ അവിടെ പോയേക്കട്ടെ. കുഞ്ഞാപ്പോ എന്തെങ്കിലും പറയാൻ നോക്കി ഒന്നാണ്. ഞാനേ ഉമ്മാട് പറയന്നെ വന്നിക്കണ അറിയപ്പോ ഞാൻ പറയാം ഉമ്മാനോട് വാവാണ് കാത്തുനിന്ന് മരത്തിട്ടുണ്ടാവും അറിയാം. ഞാൻ കേട്ടിക്കണ്. ഞാൻ ആസ്പത്രി പോയിട്ട് അവിടെ രാവിലെ പോയിട്ടേ ഇപ്പൊ എത്ര നേരം ഇരുന്ന് എന്ത് കുഞ്ഞാപ്പോ വെച്ച് എനിക്ക് ഞാൻ ആസ്പത്രിക്ക് പോയി മോനെ. അവിടെ ചെന്നപ്പോ ഡോക്ടർമാര് പറയാണ് എന്നോട് ഓരോരോ ലിസ്റ്റ് വിളിക്കും. ജനറൽ ഉള്ളവർ കേറിക്കോളി, ജനറൽ ഉള്ളവർ ജനറൽ പറയണ്ട. അങ്ങനെ എല്ലാരും കേറിപ്പോയി. ഇന്നെ വിളിച്ചിട്ടില്ലല്ലോ. അപ്പൊ എല്ലാരും ചോദിക്കുന്നത് ജനറൽ ആൾക്കാർ കേറിയാണ്. അപ്പൊ വേറെന്താ ഒരു അസുഖം തോന്നുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന ആയിട്ടില്ല. ലാസ്റ്റ് മോനെ എല്ലേതും കഴിഞ്ഞിട്ട് ഇന്റെ ഡോക്ടർ വന്നിട്ടില്ല. ഞാനിങ്ങനെ ഒറ്റക്ക് നിക്കേന്ന്. അപ്പൊ എന്നോട് അവിടുത്തെ സിസ്റ്റർ നേഴ്സ് ചോദിച്ചു നിങ്ങളെന്താ കാണിക്കാത്ത ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്റെ ഡോക്ടർ വന്നിട്ടില്ലല്ലോ. ഇവിടെ ആകെ ഈ 2 ഡോക്ടറിനോളൂ. അത് ജനറൽ ഡോക്ടർ ഉള്ളതാണ്. ഞാൻ പറഞ്ഞേ എനിക്ക് ജനറലല്ലേ കാണിക്കാനുള്ളത്, എനിക്ക് പനിയാണ്. അപ്പൊ രണ്ടും കൂടി ആണ് ചിരിക്കി അതിന്റെ മുഖത്ത് നോക്കിട്ട് കളിയാക്കിയിട്ട്. അപ്പൊ ഞാൻ എന്താ പനി ഇങ്ങക്ക് പറഞ്ഞില്ലേ? പനി എല്ലാവർക്കും വരുന്ന രോഗമല്ലേ, ഇങ്ങനത്തെ കളിയാക്കളുന്നു. അപ്പൊ എന്നോട് ഒരു കാക്ക ജനറൽ എന്ന് പറഞ്ഞാല് പനിക്കൊക്കെ കാണിക്കാനുള്ളതാണ്, പോയി കാണിച്ചോളും ഡോക്ടർ ഇപ്പൊ പോവുക. എന്നാ എനിക്ക് ആദ്യം തന്നെ പറഞ്ഞൂടെ പനിക്കുള്ള ആൾക്കാർ കേറിക്കോളി. പറഞ്ഞോട് അമ്മക്ക് എന്തെങ്കിലും അറിയാം ജനറൽ എന്ന് പറഞ്ഞാലൊക്കെ. ഏത് ഡോക്ടറെ കാണിക്കണ്ടെന്ന് ചോദിച്ചത്. എന്നിട്ട് മോനെ ഞാൻ പഠിച്ചിട്ട് അവിടെ ഇരുന്ന് ഡോക്ടർ ഇപ്പൊ വരുന്നത്. അങ്ങനെ ഞാൻ പനിയുടെ ഡോക്ടറെ കാണിച്ച് അങ്ങനെ ഗുളിക വാങ്ങാൻ മറന്നു. എന്നിട്ട് ഗുളിക നാളെ വാങ്ങാച്ചിട്ടാണ്. പിന്നെന്തിനാ ഡോക്ടർ നിങ്ങൾ കൊറേ നേരം അവിടെ ഇരിക്കൽ തുടങ്ങിയിട്ട് ഞാൻ പറയും ഡോക്ടർ വന്നിട്ടില്ലാച്ചിരുന്നാ. അപ്പൊ എന്നോട് പറഞ്ഞ് ഇത് കൊണ്ടുപോയി കുടിച്ചാൽ മതി, പനി മാറിക്കോളും. എന്താണ് വൈറൽ പനിയാണ്, ഉണ്ടാവത്ര. അപ്പൊ ഈ കാലാവസ്ഥ ഈ മഴയും വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ എപ്പോഴും മഴത്തും വെള്ളത്തിലൊക്കെ നിന്ന കാരണമെന്ന് എന്നോട് പറയാന് മോനെ എത്ര പോലെ കുത്തിയിരുന്ന് വെറുതെ അല്ലേ. എന്നിട്ട് മരുന്ന് വാങ്ങാതെ പോകുന്നല്ലേ? മരുന്ന് വാങ്ങാതെ മറക്കും ചെയ്യും. എന്താ കുഞ്ഞാ ഡോക്ടറെ ലീസ്റ്റ് എന്ന് മേടിച്ച് ഞാന് അവിടെ ഞാൻ ചെന്ന് എന്നോട് പറയാനേ എപ്പോഴും ഇമ്മല്ലേ കൊണ്ടുപോയില്, ഇമ്മല്ലേ മരുന്നൊക്കെ മേടിച്ചില്ലേ. ഞാൻ ഡോക്ടർ മരുന്ന് തരും വിചാരിച്ച്. ഡോക്ടറിനെ മരുന്ന് തരാജ് എന്റെ രോഗം പറഞ്ഞല്ലോ, അതിനനുസരിച്ച് മരുന്ന് എഴുതി തരില്ലേ. ഞാൻ ലീസ്റ്റ് തന്നിട്ടേ ഞാൻ അവിടെ ഒക്കെ തെച്ചു പോയിട്ട് പോന്നു. ഇവിടെ എത്താൻ നേരത്താണ് ഞാന് നമ്മളെ രാജുവിനെ കണ്ടത്. രാജുവിനോട് പറഞ്ഞപ്പോ രാജു അറിയാം മരുന്ന് അവിടുന്ന് കുത്തോടാച്ച എന്താ വാങ്ങാന്ന് ചോദിച്ചു. അപ്പോഴാണ് മോനെ കമ്മടി പറ്റിയ മനസ്സിലായത്. എന്ത് പണി ചെയ്തു കുഞ്ഞപ്പോ വരെ പോയിട്ട് മരുന്ന് വാങ്ങാതെ ഇനി പനി മാറുമോ? ഞാൻ എന്നെ തെരഞ്ഞു വന്നാണ്. കാണായിട്ട് വന്നാണ്. എന്നും അങ്ങോട്ട് വീടിനോട് വരില്ലല്ലേ. അല്ല അല്ല എന്തിപ്പോ ഉമ്മ അവിടുന്ന് ഉമ്മാനോട് പറഞ്ഞു കൊടുത്തിന്ന്. വല്യമ്മ എന്തേ പറഞ്ഞിന്ന്? വല്യമ്മാനോട് എന്തേ പറഞ്ഞിന്ന്? വല്യമാനൊന്നും പറഞ്ഞില്ല. വല്യം പറഞ്ഞ ഇജ്ജി കാണാൻ വന്നിക്കണ് പറഞ്ഞേ. അന്റെ ഉമ്മ പറഞ്ഞോക്കാണ് അന്റെ പേര് വല്യമാക്ക് അറിയില്ലല്ലോ, ഉമ്മമാക്കറിയാം. അപ്പൊ വാവാന്ന് പറഞ്ഞിട്ടുണ്ടാവും ഉമ്മ അല്ലേ? അവക്കറിയില്ല, വാവ പോയി കേക്കണ്ട് ഞാന്. എന്നിട്ട് അല്ല എന്താ പറഞ്ഞു കൊടുക്കുന്നല്ലോ തേങ്ങ പറഞ്ഞിട്ടില്ല. അത് തേങ്ങ മോനെ അരക്കാൻ തേങ്ങ ഇല്ലായിട്ട് ഞങ്ങൾ ആശാത്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ കൂട്ടം പറഞ്ഞതാണ്, വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ എന്താ പറഞ്ഞ വല്യമ്മ? അപ്പൊ വല്യമ്മ പറഞ്ഞ വേഗം പോയി തേങ്ങ മേടിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇത് കൂടെ വരികയും ഞാനിവിടെ കണ്ടിട്ടില്ല. അവിടെ വർക്കൗട്ട് അവിടെ ഉണ്ടാവും പറഞ്ഞു. ഞാൻ ഇവിടെ നിക്കണ കണ്ടിട്ടില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഇതാണ് എന്റെ സ്ഥിതിയല്ല കുഞ്ഞാപ്പോ. ആള് കണ്ണിട്ട് തെറ്റിയ ആളെ കുറ്റം പറയാ അല്ലെ? കുറ്റം പറഞ്ഞിട്ടില്ല, എന്ത്
കാര്യമാണ് പറഞ്ഞിട്ടുള്ളൂ. അത് മനസ്സിലായ കാര്യാന്നുള്ളത്. അല്ല എന്ത് തിന്ന് ഇപ്പൊ വയറൊക്കെ ചാടിക്കണ ആശുപത്രി പോയിട്ട് ആസ്വദിച്ച് വരും വയറോട് കുമ്പാണ്ട് വരുമ്പോ സൈനാത്താനെ കണ്ടു. അപ്പൊ ഒരു കപ്പൂള പൊങ്ങിയും ചായും തന്നു. കൊറേ വർത്താനം പറഞ്ഞു. അവിടെയും പോയ അയാൾക്ക് അവിടെ കുറച്ചാല് വർത്താനം പറഞ്ഞിരുന്നേ. അപ്പൊ ഒരു കപ്പൂള പൊങ്ങിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതും ചായയും കുടിച്ച്. ശരി. അപ്പൊ എനിക്ക് പനിയൊന്നും ഇല്ലല്ലേ? പനി ഉണ്ടായിരുന്നു. വെറുതെ ആ പേര് പറഞ്ഞിട്ട് പോരായിരുന്നു. രാത്രി പനിച്ചിരുന്നു. ഇപ്പൊ കൊടുക്കാൻ പോയിന്ന് അറിയില്ല. എന്നാ ഞാൻ അല്ല കുഞ്ഞപ്പോ അവര് കാര്യോട് ചോദിക്കട്ടെ, എത്ര ധൃതി എനിക്ക്. പിന്നെ ഇജ്ജ് പോയിക്കോ, തേങ്ങ അവിടെ എടുക്കും, ഞാൻ എടുക്കണൊന്നുമില്ല. മനസ്സിലായിക്കോ കുഞ്ഞപ്പോ.